മൂത്തവരെ ബഹുമാനിക്കേണ്ടതുണ്ടോ? ഇത് ഞാൻ പറയാൻ കാരണം ഞാനൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയകാല ആശാന്മാരുടെ അറിവിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ടെക്നീഷ്യൻ പറഞ്ഞു 30 വർഷത്തെ 50 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞതൊന്നും കാര്യമില്ല ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് 50 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് അത് അത്ര രസകരമായി തോന്നിയില്ലെങ്കിലും പിന്നീട് ഞാൻ അതിനെപ്പറ്റി കുലങ്കുശമായി, കാരണം ചെറുപ്പക്കാരനായ ഒരു ടെക്നീഷ്യനാണ് ആ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആശാന്മാരെ അതീവ ബഹുമാനത്തോട് കൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ കാരണം തിരക്കി പോയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. 2000 വരെ ജനിച്ച ആളുകളൊക്കെ മൂത്തവരെ ബഹുമാനിക്കുന്നവരാണ്. 2000 തുടങ്ങി 2010 വരെ ജനിക്കുന്നവർ ഒരു പരിധി വരെ ബഹുമാനിക്കുന്നവരാണ്. 2010 ശേഷം ജനിച്ച പിള്ളേരിൽ നിന്ന് നമുക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ അത് ചില്ലറ പാടാണ്. അത് ചില്ലറ പാടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മൂത്തവർ എങ്ങനെയാണ് ബഹുമാനം നേടുന്നത്? മുൻപ് ജനിച്ചത് കൊണ്ടും ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാലം ജീവിച്ചത് കൊണ്ടും അങ്ങനെ അവർക്ക് അനുഭവ സമ്പത്തും അറിവും കൂടുതലായതുകൊണ്ട് അതാണ് അവരിലേക്ക് നമുക്കൊരു ബഹുമാനം തോന്നാനുള്ള കാരണം. അധ്യാപകർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവർക്ക് അറിവ് കൂടുതലുള്ളതും സ്ഥാനമുള്ളതും കൊണ്ടുമാണ്. അറിവില്ലാത്തൊരു അഭിമാനം നമ്മളായാലും ബഹുമാനിക്കുമോ? ഇല്ല, ബഹുമാനിക്കില്ല. അപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവ് മുഴുവൻ ഇരിക്കുന്ന ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അവൻ ജനിച്ച അന്ന് മുതൽ അവൻ ഫോണും ലാപ്പും ടാബും കണ്ടാണ് വളരുന്നത്. അറിവിന് മുഴുവൻ അവൻ ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ സിസ്റ്റംസിനാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഇനി ഉള്ള തലമുറ എങ്ങനെയാണ് ഈ പുതിയ തലമുറയുടെ ബഹുമാനം നേടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം പല കാര്യങ്ങളിലും അറിവ് നമ്മളെക്കാൾ മുമ്പിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണം അവന് തോന്നുന്നില്ല ബഹുമാനിക്കപ്പെട്ടതായിട്ട്. അപ്പോൾ ഈ പഴയകാല ആശാന്മാർക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോൾ ഒരു പ്രസക്തി ഇല്ലാണ്ടായി മാറിയിരിക്കുന്നു. പുതിയ വാഹനങ്ങൾ പണിയാനുള്ള കപ്പാസിറ്റിക്ക് അവർ പുതിയ തലമുറയെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ടെക്നീഷ്യൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ഇട്ടാട്ടെ.